ഇത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവേനെ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇത് നമ്മൾ ഒരു 100 ലിറ്ററിൻ്റെ താഴെയുള്ള ഒരു ബാരലാണ്. ഇതിൽ കൂടെയാണ് ബ്ലാക്ക് സോൾജർ ഫ്ലൈ അകത്തേക്ക് വരുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇതിൻ്റെ ലാർവ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലക്ഷം ലാർവ ഇതിനകത്ത് ഉണ്ട്. ഈ ലാർവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം 38 മുതൽ 40% വരെ പ്രോട്ടീനുള്ള തീറ്റയാണ്. അതുപോലെ ഇത് കോഴികൾക്കും പക്ഷികൾക്കും അതുപോലെ മത്സ്യത്തിനുമൊക്കെ തീറ്റയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമ്മുടെ അടുക്കള മാലിന്യം നമുക്ക് എവിടെ കളയണം എന്നുള്ള ഒരു സംശയമുണ്ട്. ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 1 ദിവസത്തിനുള്ളിൽ തന്നെ അത് കമ്പോസ്റ്റ് ആക്കുകയും ചെയ്യും. അതിനകത്ത് വരുന്ന നമുക്ക് ഇതിനകത്ത് വേറൊരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് എല്ലാ വേസ്റ്റുകളും മത്സ്യം, ഇറച്ചി, പച്ചക്കറികൾ എല്ലാ വേസ്റ്റുകളും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൻ്റെ ലാർവേനെ നമുക്ക് കളക്ട് ചെയ്യാനും നമുക്ക് വളരെ എളുപ്പമാണ്. ഈ ലാർവകൾ അതിൻ്റെ പ്രായപൂർത്തിയായ ശേഷം ഇതേപോലെ ഇതിൻ്റെ സൈഡിൽ ഉള്ള ഈ പാത്രത്തിൽ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് അതിനെ കോഴിക്ക് നമ്മുടെ കൈമയൊന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കോഴിക്കും മത്സ്യങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിലുണ്ടാകുന്ന ലിക്വിഡാണ് ഈ കാണുന്നത്. ഇത് ലിക്വിഡായിട്ടുള്ള ഭാഗം ഇതിനകത്ത് വന്ന് കിടക്കും. അപ്പോൾ ഇത് നമുക്ക് 20-25 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് പ്ലാന്റുകൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇതൊരു ഗ്രോത്ത് ഹോർമോണായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വളരെ നല്ലതാണ്. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ അടുക്കള വേസ്റ്റ് നമുക്ക് പൈസയാക്കി കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള വേസ്റ്റ് ഈസ് മണി എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. കാരണം ഒരു സ്ഥലത്ത് കമ്പോസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ 38% പ്രോട്ടീനുള്ള ഭക്ഷണമായിട്ട് മീനുകൾക്കും അതുപോലെ തന്നെ കോഴിക്കൊക്കെ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോണായിട്ടുള്ള വേറെ പ്രോഡക്റ്റും കിട്ടും. അതുപോലെ നമ്മുടെ എന്താ പറയുക കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് വളരെ ഈസി ആയിട്ട് ഈ സിസ്റ്റത്തിൽ ഒരേ സിസ്റ്റത്തിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ വീടുകളിലും ഇത് വെക്കേണ്ടതാണ്. ഈ ഈച്ചകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ ഈച്ചകൾ 14 ദിവസം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 14 ദിവസം ജീവിക്കുന്ന ദിവസം അത് ഒരു ഭക്ഷണ പദാർത്ഥത്തിലും പോയി ഇരിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൻ്റെ മെയിൽ ഈച്ച മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മരിച്ചു പോകും. അതുപോലെ തന്നെ ഫീമെയിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ അതും മരിച്ചു പോകും. അപ്പോൾ ഈ മുട്ട ഇതിനെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ മുട്ട ഇതേപോലത്തെ ഷെല്ലുകളിലാണ് മുട്ടയിടുക. മുട്ട വിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങളാണ് കമ്പോസ്റ്റിലേക്ക് വീഴുക. ഈ കമ്പോസ്റ്റിൽ ഇത് വളർന്ന് വലുതായി ഈ ലാർവ ആയിരിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമേ അത് ജീവിതത്തിൽ കഴിക്കുള്ളൂ. ഈച്ചയായി കഴിഞ്ഞാൽ പിന്നെ അത് ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതിനെ വളർത്താം. കാരണം വെച്ചാൽ ഇത് ഒരു ഭക്ഷണ പദാർത്ഥത്തിലും വന്നിരിക്കില്ല. അതുപോലെ തന്നെ മനുഷ്യന് ഏറ്റവും ഉപകാരപ്രദമായ സാധനമാണ്. ഇതിനെ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ ഇത് ധാരാളമായിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈനെ കാണാനായിട്ട് സാധിക്കും.